ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് റൂൾ 36 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടായിരുന്ന ബ്ലോക്ക്ഡ് അസറ്റ് അല്ലേ? എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് റൂള് 36, CGST ആക്ട് റൂള് 36. അതായത് ഏതൊക്കെ രീതിയിലുള്ള ഡോക്യുമെൻസും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്സുകാരന് GSTയുടെ അകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പിലത്തെ വീഡിയോയിലൂടെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്. എന്നാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നോ എന്തൊക്കെ സബ് കണ്ടീഷൻസ് വേണമെന്നോ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇങ്ങോട്ട് നോക്കുക, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് റൂള് 36, ഡോക്യുമെൻ്ററി റിക്വയർമെൻറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ചാപ്റ്റർ 5 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, അതായത് നമുക്കറിയാം GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ആ സെയിം പ്രോഡക്റ്റ് കസ്റ്റമറിനെ വിൽക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടുമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം. അത് GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ വ്യക്തിക്ക് ശരിയായ രീതിയിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് അയാളുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രമേ അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്: ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി അവൈൽഡ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഓൺലി ഇഫ് all the applicable particulars are specified in the provisions of Chapter 7 or Chapter 6 are contained in this said document and the relevant information as contained said document is furnished in the form of GST2 by a such person. അതായത് നമ്മുടെ GST സെക്ഷൻ ചാപ്റ്റർ 6 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫോം GSTR 2-ൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രീതിയിലുമുള്ള, അതായത് GST2 എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു ബിസിനസ്സുകാരനും അയാൾ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചേക്കുന്നത് ഷോ ചെയ്യുന്ന റിപ്പോർട്ടാണ് ഫോം GSTR 2 അഥവാ ഇൻപുട്ട് ടാക്സ് റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം GSTR 2-നെ. അപ്പോൾ GSTR 2-ൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഏതൊക്കെ പർച്ചേസ് വഴിയാണ് ഇയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചേക്കുന്നത്, ആ ടാക്സബിൾ പേഴ്സൺ. ആ കാര്യങ്ങളൊക്കെയും കൃത്യമായിട്ടും കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ GST 2-ൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, അയാളുടെ കൈകളിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ രജിസ്റ്റേർഡ് പേഴ്സണ് അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൽ അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഏതൊക്കെ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കാം അയാൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന്. ഫസ്റ്റ് കാര്യം എന്തെന്ന് നോക്കുക. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഇയാളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏത് വ്യക്തിയാണോ ഏത് ബിസിനസ്സുകാരനാണോ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഡ്യൂട്ടി പേയിങ് ഡോക്യുമെൻറ്റ്. ഡ്യൂട്ടി പേയിങ് ഡോക്യുമെൻറ്റ് ഈസ് മാൻഡേറ്ററി ആണ് ഏതൊരു ബിസിനസ്സുകാരനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ ഏതൊക്കെ ഡ്യൂട്ടി പേയിങ് ഡോക്യുമെൻ്റ് ആണ് മസ്റ്റായിട്ട് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആൻ ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ അണ്ടർ സെക്ഷൻ 31. അതായത് ഏതൊരു ബിസിനസ്സുകാരനും അയാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ സപ്ലയർക്ക് എന്ത് കൊടുക്കുന്നു? ആ സപ്ലയർക്ക് ഗുഡ്സിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും പേ ചെയ്യുന്നു. അതെപ്പോഴാണ്? ആ സപ്ലയർ ഈ കസ്റ്റമറിന് വിറ്റേക്കുന്ന ഗുഡ്സിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ ആണ്, അല്ലേ? അപ്പോൾ നമ്മുടെ GSTയുടെ സെക്ഷൻ 31 പ്രകാരം സപ്ലയർ കൊടുത്തിരിക്കുന്ന ഇൻവോയ്സ് മസ്റ്റായിട്ട് ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ബിസിനസ്സുകാരൻ്റെ കൈകളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, കാരണം ആ ഇൻവോയ്സ് ആണ് എന്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്? ഈ ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന സപ്ലയറുടെ കയ്യിൽ ടാക്സ് കൊടുത്തു, ആ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണെന്ത്? ഈ സെക്ഷൻ 31 പ്രകാരം സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ടും വേണ്ടത് ഏതെങ്കിലും ചുമ്മാ ഒരു സപ്ലയർ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ടാക്സ് അടച്ചേക്കുന്ന ഒരു സ്ലിപ്പല്ല വേണ്ടത്. GST സെക്ഷൻ 31 പ്രകാരം ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇൻവോയ്സ്, സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഇൻവോയ്സ് മസ്റ്റായിട്ടും ആരുടെ കൈകളിൽ ഉണ്ടായിരിക്കണം? ഈ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചേക്കുന്ന ബിസിനസ്സുകാരൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ്റെ കൈകളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്താണ് സെക്ഷൻ 31 പ്രകാരമായിട്ടുള്ള ഇൻവോയ്സ് എന്ന്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സെക്ഷൻ 31 പ്രകാരം സപ്ലയർ പർച്ചേസ് ചെയ്തപ്പോൾ സപ്ലയർ പർച്ചേസ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക്
കൊടുത്തേക്കുന്ന ഇൻവോയ്സ് ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന വ്യക്തി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ അത് മസ്റ്റായിട്ട് ഇവിടെ ഹാജരാക്കിയിട്ടുണ്ടായിരിക്കണം. ഗവൺമെൻറ് കൈകളിൽ ഒരു പ്രൂഫായിട്ട് ഇയാൾ ടാക്സ് അടച്ചേക്കുന്നതിൻ്റെ പ്രൂഫായിട്ട് ഹാജരാക്കിയിട്ടുണ്ടാകണം. ഇനി അതുമല്ല എങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആൻ ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് റിവേഴ്സ് ചാർജ്. ഓക്കെ, ആൻ ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് റിവേഴ്സ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാം ജി എസ് ടിയുടെ അകത്ത് ഏതൊരു ബിസിനസ്സുകാരനും പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് സപ്ലയറുടെ കയ്യിൽ ടാക്സ് എമൗണ്ട് കൊടുത്ത് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നു എന്നറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഗുഡ്സും സർവീസൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ജി എസ് ടിയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് എമൗണ്ട് അയാളുടെ കൈകളിൽ കൊടുക്കാൻ പറ്റും. അയാൾ മുഖേന ആ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനും പറ്റും. എന്നാൽ മറ്റൊരു സന്ദർഭമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ എന്താണ് ഈ ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് ചില സന്ദർഭങ്ങളിൽ എന്താണ് ഈ ഗുഡ്സും സർവീസും ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്നാണ് എങ്കിൽ എന്ത് ചെയ്യുന്നു? ജി എസ് ടിയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനായ ഞാൻ ഈ ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുന്നത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാത്ത ഏതെങ്കിലും അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നാണ് എങ്കിൽ ആ ഗുഡ്സിനും സർവീസിനും വില മാത്രം ഞാൻ അയാളുടെ കൈകളിൽ കൊടുക്കുകയും ആ ടാക്സ് എമൗണ്ട് ഞാൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന പേ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന ഞാൻ പേ ചെയ്തിരിക്കുന്ന ടാക്സിന് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ആ ജി എസ് ടിയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാത്ത ആ സപ്ലയർ തന്നിരിക്കുന്ന ഇൻവോയ്സ് മസ്റ്റായിട്ട് എൻ്റെ കൈകളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എനിക്ക് ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം വകേരെ ഞാൻ തന്നെ ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് ലയബിലിറ്റിക്ക് ടാക്സ് എമൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ചുരുക്കരൂപം ഏതെങ്കിലും റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ തന്നെ ഗവൺമെൻറ്റിൽ അടച്ചേക്കുന്ന റിവേഴ്സ് ചാർജ് മെക്കാനിസം വകേന ഗവൺമെൻറ്റിൽ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ അയാൾ ഏത് അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങിക്കുന്നത് അയാൾ കൊടുക്കുന്ന ഇൻവോയ്സ് മസ്റ്റായിട്ടും അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എ ഡെബിറ്റ് നോട്ട് ഓർ ക്രെഡിറ്റ് നോട്ട് ഈസ് ഇഷ്യൂഡ് ബൈ അണ്ടർ സെക്ഷൻ 34. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും മറ്റൊരു ടാക്സ് പേയിങ് ഡോക്യുമെൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരന് ഏതെങ്കിലും തരത്തിലുള്ള സപ്ലയർ ഏതെങ്കിലും തരത്തിലുള്ള ഡെബിറ്റ് നോട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ടാക്സ് പേയിങ് ഡോക്യുമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ രീതിയിലുള്ള ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടോ അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള എമൗണ്ടിന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഏതൊരു സപ്ലയറുടെ കയ്യിൽ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും, സപ്ലയർ കൊടുത്തേക്കുന്ന ഡെബിറ്റ് നോട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടോ മസ്റ്റായിട്ടും ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? ഒരു ടാക്സ് പേയിങ് ഡോക്യുമെൻ്റായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ്റെ കൈകളിൽ ഉണ്ടായിരിക്കണം. അത് മസ്റ്റായിട്ട് സെക്ഷൻ 34 പ്രകാരമായിരിക്കണം സപ്ലയർ ഈ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്ത് ആർക്ക് കൊടുത്തേക്കുന്നത്? ആ ടാക്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരന് കൊടുത്തേക്കുന്നത്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇദ്ദേഹത്തിന് ആ രീതിയിലുള്ള എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സന്ദർഭം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രെഡിറ്റ് നോട്ട് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഒരു ബിസിനസ്സിൽ ഇഷ്യൂ ചെയ്യുന്നതെന്നാണ്. ക്രെഡിറ്റ് നോട്ട് 3 രീതിയിലുള്ള സന്ദർഭത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ദ ടാക്സിബിൾ വാല്യൂ ഓർ ടാക്സ് ചാർജഡ് ഇൻ ടാക്സ് ഇൻവോയ്സ് ഈസ് ഫൗണ്ട് ടു ബി എക്സസ്. അതായത് ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് വിറ്റേക്കുന്ന ഒരു പ്രൊഡക്റ്റ് വിറ്റെന്ന് കരുതുക. ആ പ്രൊഡക്റ്റ് വിറ്റിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റിൻ്റെ വിലയേക്കാൾ കൂടുതൽ ടാക്സിബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ആ ബിസിനസ്സുകാരൻ ആ സപ്ലയർക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. ഞാനൊരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിറ്റു, 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് വിറ്റു. ഞാൻ 18% ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യണം. അപ്പോൾ 18 രൂപയാണ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ആക്ച്വലി. പക്ഷേ എനിക്ക് അൺഫോർച്യുനേറ്റ്ലി തെറ്റ് സംഭവിച്ചു. ഞാൻ കസ്റ്റമറിന് 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റാണ് വിറ്റേക്കുന്നത്. പക്ഷേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ 1000 രൂപ ഞാൻ 1000 രൂപ ഇൻവോയ്സിൽ കാണിക്കുകയും ആ പ്രൊഡക്റ്റിൻ്റെ വില 1000 രൂപ ടാക്സിബിൾ വാല്യൂ ആയിട്ട് കാണിക്കുകയും
1000 രൂപയുടെ 18% 180 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്തു. ആശില പ്രോഡക്റ്റിൻ്റെ വില 100 രൂപയും കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 18% 18 രൂപയുമായിരുന്നു ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് എന്താ സംഭവിച്ചേക്കുന്നത്, എനിക്ക് ആ കസ്റ്റമറിന് ബില്ല് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തപ്പോൾ 1000 രൂപ ഗുഡ്സിൻ്റെ ടാക്സിബിൾ വാല്യൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ 18% കൊണ്ട് 180 രൂപ ടാക്സ് ആയിട്ടും കളക്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ കസ്റ്റമറിന് ആ ബിസിനസ്സുകാരനായ ഞാൻ കസ്റ്റമറിന് ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും 900 രൂപയ്ക്ക്. അതായത് അവൻ ആശിൽ തന്നിരിക്കുന്ന ടാക്സബിൾ എനിക്ക് തന്നിരിക്കുന്ന ടാക്സ് എമൗണ്ട് എന്താണ് കുറച്ച് കാണിക്കാൻ വേണ്ടി ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. എത്ര രൂപയ്ക്കാണ്? 1000 രൂപയ്ക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ടാക്സിബിൾ വാല്യൂ വെച്ചുകൊണ്ട് ഞാൻ എന്താണ് 150 രൂപ ടാക്സ് കളക്ട് ചെയ്തായിട്ട് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് കൊടുത്തു. പക്ഷേ അത് കുറവ് കാണിക്കാൻ വേണ്ടി ആശിൽ എത്ര രൂപയുള്ളൂ? 100 രൂപ ടാക്സിബിൾ വാല്യൂ 18 രൂപ ടാക്സ് എമൗണ്ടേ ഉള്ളൂ. അത് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള 900 രൂപയ്ക്ക് 900 രൂപ ടാക്സിബിൾ വാല്യൂ വെച്ചുകൊണ്ട് 18% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആർക്ക് കൊടുക്കുന്നു? കസ്റ്റമറിന് ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്ത് കൊടുക്കും? ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമറിന് ടാക്സിബിൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗുഡ്സ് ഇസ് സപ്ലൈഡ് ആർ റിട്ടേൺ ബൈ ദിസ് റെസിപ്പിയൻറ്റ്. ഒരു ബിസിനസ്സുകാരൻ ഒരു കസ്റ്റമറിന് 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് കൊടുത്തു. അതിനുശേഷം 18% ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. അതായത് മൊത്തം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് കൊടുത്തിട്ട് മൊത്തം 118 രൂപ ടാക്സ് അടക്കം 118 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. കസ്റ്റമർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് ഡാമേജ് സംഭവിച്ചതായിട്ട് കണ്ടെത്തിയിട്ട് കസ്റ്റമർ എന്ത് ചെയ്തു? അത് ആ ബിസിനസ്സുകാരന് തിരിച്ചു കൊടുത്തു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സെയിൽസ് റിട്ടേൺ സംഭവിക്കുന്ന സന്ദർഭത്തിലും എന്ത് ചെയ്യും? ആ ബിസിനസ്സുകാരൻ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. കാരണം അയാളുടെ ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് ബിസിനസ്സുകാരൻ കസ്റ്റമറിന് വിറ്റു. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് 18 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. ഓക്കെ, ഇനി ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? അയാൾ തിരിച്ച് എത്ര രൂപ വിലയുള്ള പ്രൊഡക്റ്റാണോ തന്നേക്കുന്നത്, 50 രൂപ വിലയുള്ള പ്രൊഡക്റ്റാണ് തന്നേക്കുന്നത്, ടാക്സ് 50 രൂപയുടെ 18% വെച്ചുകൊണ്ട് 9 രൂപ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അതായത് ആ കസ്റ്റമറിന് ഇനി എത്ര രൂപയുള്ളൂ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ അയാൾക്ക് എത്ര ടാക്സ് ലയബിലിറ്റി ഉള്ളൂ? അയാൾക്ക് ടാക്സ് ലയബിലിറ്റി 50 രൂപ മൊത്തം 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് കൊടുത്തായിരുന്നു. 50 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് തിരിച്ചു വന്നു. അപ്പോൾ ബാക്കിയുള്ള 50 രൂപയുള്ള പ്രൊഡക്റ്റിന് അയാൾ എന്ത് തന്നാൽ മതി? ബാക്കി സെയിൽസ് റിട്ടേൺ സംഭവിക്കാത്ത ബാക്കിയുള്ള 50 രൂപ വിലയുള്ള പ്രൊഡക്റ്റിന് അയാൾ ടാക്സ് എമൗണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ആശുപത്രി വിറ്റേക്കുന്ന ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്ന ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ടിന് കുറവ് വരുത്തിക്കൊണ്ട് അയാൾക്ക് എഗനസ്റ്റായിട്ട് സെയിൽസ് റിട്ടേൺ സംഭവിച്ചതിന് എഗനസ്റ്റായിട്ട് എന്ത് ചെയ്ത് കൊടുക്കും? ആ ബിസിനസ്സുകാരൻ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കസ്റ്റമറിന് ഒരു ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈഡ് ആർ ഫൗണ്ട് ടു ബി ഡെഫിസിറ്റ്. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഒരു കസ്റ്റമറിന് ഗുഡ്സോ സർവീസോ ഡെലിവർ ചെയ്ത് കൊടുത്തു. പക്ഷേ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയേക്കുന്ന ടാക്സ് എമൗണ്ടിനും അതുപോലെ തന്നെ കസ്റ്റമർ ഓർഡർ തന്നിരിക്കുന്ന പ്രൊഡക്റ്റിനുമല്ല എന്ത് കൊടുത്തേക്കുന്നത്? കസ്റ്റമർ ഓർഡർ തന്നിരിക്കുന്ന പ്രൊഡക്റ്റിനേക്കാൾ കുറവാണ് ആ ബിസിനസ്സുകാരൻ കസ്റ്റമറിന് സെയിൽ ചെയ്തേക്കണമെങ്കിൽ ആ കുറവ് സംഭവിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അതിൻ്റെ ടാക്സ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രെഡിറ്റ് നോട്ട് ആര് ഇഷ്യൂ ചെയ്ത് കൊടുക്കും? നമ്മുടെ ബിസിനസ്സുകാരൻ കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ എനിക്ക് 10 രൂപ വിലയുള്ള 10 പേനയ്ക്ക് ഓർഡർ തന്നു. അപ്പോൾ മൊത്തം എത്ര രൂപയായി കസ്റ്റമർ എനിക്ക് തരേണ്ടത്? 10 രൂപ വിലയുള്ള 10 പേന. അപ്പോൾ 100 രൂപയാണ് കസ്റ്റമർ ആ ബിസിനസ്സുകാരനായി എനിക്ക് തരേണ്ടത്. മൊത്തം 100 രൂപ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അതിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. 18% ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. 100ൻ്റെ 18% എന്ന് പറയുന്നത് 18 രൂപ. മൊത്തം 118 രൂപ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി. കസ്റ്റമർക്ക് എത്ര പ്രൊഡക്റ്റിന് എത്തിച്ചു കൊടുക്കേണ്ടത്? 10 രൂപ വിലയുള്ള 10 പേനയാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. മൊത്തം 118 രൂപ. 100 രൂപ പ്രൊഡക്റ്റിൻ്റെ വിലയും 18 രൂപ ടാക്സ് അടക്കം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എത്തിച്ചു കൊടുത്തത് 5 പേനയുള്ളൂ എത്തിച്ചു കൊടുത്തത്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എത്തിച്ചു കൊടുത്തത് 5 പേനയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 50 രൂപ ടാക്സ് എമൗണ്ടും 50 രൂപ പ്രൊഡക്റ്റിൻ്റെ വിലയും 9 രൂപ ടാക്സ് എമൗണ്ടും ആണ് കളക്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ കൂടുതൽ ഞാൻ ടാക്സ് എമൗണ്ട് വാങ്ങിയതുകൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റിൻ്റെ വിലയും ടാക്സ് എമൗണ്ടും വാങ്ങിയതുകൊണ്ട് അതിന് എഗനസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ കസ്റ്റമർ തന്നിരിക്കുന്ന ടാക്സ് എമൗണ്ടിനേക്കാൾ അല്ലെങ്കിൽ കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിന് കസ്റ്റമർ എനിക്ക് തന്നിരിക്കുന്ന ടാക്സ് എമൗണ്ടിൻ്റെയും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ വിലയേക്കാൾ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്തുള്ളൂ? കസ്റ്റമറിന് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ആ കൂടുതലുള്ള പ്രൊഡക്റ്റ് എത്രയോ അതിന് എഗനസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു ക്രെഡിറ്റ് നോട്ട് ആ കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ,
ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു, ബിസിനസ്സുകാരൻ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 3 രീതിയിലുള്ള സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും രീതിയിൽ ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിറ്റിട്ട് ആ പ്രൊഡക്റ്റിന് കൂടുതൽ ടാക്സ് എമൗണ്ട് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ നിലവിലുള്ള ടാക്സ് വാല്യൂയേക്കാൾ കൂടുതൽ ടാക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. കാരണം കൂടുതലുള്ള എമൗണ്ടിന് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമറിന് പ്രൊഡക്റ്റ് കൊടുത്തു, അയാളുടെ കയ്യിൽ നിന്ന് ആ സെയിൽ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിന് എഗനസ്റ്റ് ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയും പൈസ വാങ്ങുകയും ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ സെയിൽസ് റിട്ടേൺ അയാൾക്ക് വിറ്റേക്കുന്ന പ്രൊഡക്റ്റ് ഡാമേജ് സംഭവിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, നമ്മൾ ആ ബിസിനസ്സുകാരൻ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ആ ഡാമേജ് സംഭവിച്ച പ്രൊഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ വിലയും തിരിച്ചു കൊടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഓർഡർ തന്നു, അയാൾ അഡ്വാൻസ് ആ പ്രോഡക്റ്റിന് എന്താണ് പൈസയും തന്നു, അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ വിലയും ടാക്സ് എമൗണ്ട് ഒരുമിച്ച് തന്നു. ദെൻ ബിസിനസ്സുകാരൻ ആ കസ്റ്റമറിന് എത്തിച്ചു കൊടുത്തേക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അയാൾ ഓർഡർ തന്നതിനേക്കാൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ കുറവുള്ള പ്രൊഡക്റ്റിൻ്റെ എഗനസ്റ്റായിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നത് കാണിക്കാൻ വേണ്ടി ഒരു ക്രെഡിറ്റ് നോട്ട് ആ ബിസിനസ്സുകാരൻ ആ കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ 3 സന്ദർഭങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളാണ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും തരത്തിൽ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, 10 രൂപ 18% ടാക്സ് അടച്ചു, അതായത് 118 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചു ഒരു സപ്ലയർക്ക്. പക്ഷേ 50 രൂപ വിലയുള്ള പ്രൊഡക്റ്റിന് ഡാമേജ് സംഭവിച്ചു, ഞാനത് തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതായിട്ട് കാണിക്കാൻ വേണ്ടി എനിക്ക് സാധനം സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ എന്ത് ചെയ്യുന്നു, എനിക്ക് ഇത് എഗനസ്റ്റായിട്ട് ഞാൻ പർച്ചേസ് റിട്ടേൺ ചെയ്തതിന് എഗനസ്റ്റായിട്ട് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ എത്ര രൂപ വിലയുള്ള പ്രോഡക്റ്റാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്, ആ പ്രോഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും എനിക്ക് തിരിച്ച് തരുന്നതായിട്ട് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യും, സപ്ലയർ എനിക്കൊരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് തരും. ഓക്കെ. ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതാണ് പറഞ്ഞേക്കുന്നത്, വെൻ ദ ടാക്സ് ചാർജ്ഡ് വെൻ ദ പർച്ചേസ് റിട്ടേൺ occurred at the time the debit note issued by the supplier. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ ടാക്സബിൾ വാല്യൂ ഓഫ് ഗുഡ്സ് ദ ടാക്സ് ഇൻവോയ്സസ് ലേറ്റർ ഫൗണ്ട് ടു ബി ലെസ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനായി ഞാൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തെന്ന് കരുതുക. ഞാൻ 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്നത്. സപ്ലയർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബില്ല് തന്നപ്പോൾ 1000 രൂപ ബില്ല് തരികയും, അല്ല എങ്കിൽ എന്താണ് 900 രൂപ സപ്ലയർ എനിക്ക് 90 രൂപയുടെ ബില്ല് തരികയും, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ദെൻ സപ്ലയർ എനിക്ക് ഇൻവോയ്സ് തന്നപ്പോൾ 90 രൂപയുടെ ഇൻവോയ്സ് തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 18% ടാക്സ് എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ വാശിയിലെ പ്രോഡക്റ്റിൻ്റെ വിലയേക്കാൾ കുറവാണ് എനിക്ക് എന്ത് തന്നേക്കുന്നത്, സപ്ലയർ എനിക്ക് ഇൻവോയ്സ് തന്നേക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ബാക്കിയുള്ള റിമൈനിങ് ബാലൻസായ പ്രോഡക്റ്റിൻ്റെ വിലയും ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അയാൾ എനിക്ക് എന്ത് ചെയ്തു തരും, അയാൾ എനിക്ക് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു സപ്ലയർ ഒരു കസ്റ്റമറിന് ആശിൽ കളക്ട് ചെയ്യേണ്ട ടാക്സ് വാല്യൂൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടില്ല എങ്കിൽ, കുറച്ചാണ് കളക്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതിന് എഗനസ്റ്റായിട്ട് എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കും, ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ടാക്സ് എമൗണ്ടും ഗുഡ്സിൻ്റെ വിലയും കളക്ട് ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ വേറൊരു സന്ദർഭം ഉണ്ടാകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ആശിലെ ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 18%. പക്ഷേ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ 12% ടാക്സേ കളക്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ, ബാക്കി റിമൈനിങ് ബാലൻസായ 6% ടാക്സിന് 6% ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യും, എനിക്ക് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ സപ്ലയർ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് തരുന്നു. ഓക്കെ. അപ്പോൾ 2 സന്ദർഭമാണ്. ഒന്നെങ്കിൽ പർച്ചേസ് റിട്ടേൺ സംഭവിക്കുന്ന സന്ദർഭത്തിൽ സപ്ലയർ എന്ത് ചെയ്യും, ആ റിട്ടേൺ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ടാക്സബിൾ എമൗണ്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ വിലയും തിരിച്ചു തരുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സപ്ലയർ ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിറ്റു, പക്ഷേ പ്രോഡക്റ്റിൻ്റെ വിലയേക്കാൾ താന്നാണ് അയാൾ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്ത്
ടാക്സിബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ബാക്കി റിമൈനിങ് ബാലൻസ് ആയ ടാക്സിബിൾ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യും, ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. വെൻ ദ ടാക്സിബിൾ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ ടാക്സ് ഇൻവോയ്സ് ലേറ്റർ ഫൗണ്ട് ടു ബി ലെസ്. അതാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ടാക്സ് ഇസ് ചാർജ്ഡ് ഇൻ ദി ഇൻവോയ്സസ് ടു ബി ഫൗണ്ട് ടു ബി ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്ലയർ ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിറ്റു, പക്ഷേ ആ പ്രൊഡക്റ്റിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ ടാക്സിബിൾ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ആശയിലുള്ള ടാക്സ് റേറ്റ് അല്ല കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്, കുറച്ച് ടാക്സ് എമൗണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സപ്ലയർ ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിറ്റു, 100 രൂപ വിലയാണ് അതിൻ്റെ ടാക്സിബിൾ വാല്യൂ എന്ന് പറയുന്നത്. 18% ടാക്സ് റേറ്റിലായിരുന്നു ആ പ്രൊഡക്റ്റിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യേണ്ടത് ആ കസ്റ്റമറുടെ കയ്യിൽ നിന്നും. പക്ഷേ ആ സപ്ലയർക്ക് അബദ്ധം പറ്റിയിട്ട് അയാൾ 12% ടാക്സ് റേറ്റിൽ എന്ത് ചെയ്തു, ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ബാക്കിയുള്ള റിമൈനിങ് ടാക്സ് റേറ്റായ 6% എന്ത് ചെയ്യും, ആ സപ്ലയർ ബാക്കി റിമൈനിങ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ആ സപ്ലയർ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും ആ കസ്റ്റമർക്ക്. അതിനുശേഷം ബാക്കിയുള്ള റിമൈനിങ് ബാലൻസിന് എന്ത് ചെയ്യും, 100 രൂപയുടെ 6% ടാക്സ് എമൗണ്ടും ഈ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് വഴി അയാൾ ആ സപ്ലയർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ഉള്ള 3 സന്ദർഭത്തിലാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സന്ദർഭം ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ ടാക്സ് എമൗണ്ട് കുറവോ അല്ലെങ്കിൽ കൂടുതലോ പേ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അയാൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ് കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, സപ്ലയറോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഒരു പ്രൂഫായിട്ട് അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യുന്ന സന്ദർഭത്തിൽ ഗവൺമെൻറ്റിന് കാണിച്ചിട്ടുണ്ടാകണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എ ബിൽ ഓഫ് എൻട്രി ഓഫ് ഓർ എനി സിമിലർ ഡോക്യുമെൻ്റ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദ കസ്റ്റം ആക്ട് 1962 ഓർ റൂൾസ് ഫോർ ദി അസസ്മെൻറ്റ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഓൺ ഇമ്പോർട്ട്. ഇത്രയേ ഉള്ളൂ. ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നതാണ് അടുത്തൊരു ഡ്യൂട്ടി പെയ്ഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും വിദേശത്തുള്ള ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഏത് തരത്തിലുള്ള ഗുഡ്സോ സർവീസോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അയാൾ ടാക്സ് അടച്ചു വെച്ച് അയാൾ കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിക്കേണ്ട ഒന്നാണ് ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ഈ ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്ന ഡോക്യുമെൻ്റിൻ്റെ അകത്ത് അയാൾ ഈ ആ ബിസിനസ്സുകാരൻ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചെന്ന് കാണിക്കുന്ന ഒരു തെളിവാണ് ഈ ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ആ ഡോക്യുമെൻ്റ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഈ രീതിയിൽ ഈ ബിസിനസ്സുകാരൻ വിദേശ രാജ്യത്ത് നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഈ ബിൽ ഓഫ് എൻട്രി ഡോക്യുമെൻ്റ് മസ്റ്റായിട്ടും ഫോം GSTR 2 മസ്റ്റായിട്ടും കാണിച്ചിട്ടുണ്ടാകണം. ഇങ്ങനെ ഞാൻ ഗുഡ്സ് ഈ വിദേശ രാജ്യത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇത്ര രൂപ വിലയുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ബിൽ ഓഫ് എൻട്രി എന്ന് ഞാൻ ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ഞാൻ ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്. അത് കാണിക്കുന്ന ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്ന ഡോക്യുമെൻറ്റും ഫോം GSTR 2 ഒപ്പം അറ്റാച്ച് ചെയ്തിട്ട് വേണം ഇയാൾക്ക് എന്ത് ചെയ്യാൻ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ. അല്ലായെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാൾക്ക് ഇങ്ങനെ ഇമ്പോർട്ട് വഴി ഈ ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമാണ് ആൻ ഇൻവോയ്സ് ഓർ ക്രെഡിറ്റ് നോട്ടീസ് ഇഷ്യൂഡ് ബൈ ദ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കുറവാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഇൻവോയ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടോ മസ്റ്റായിട്ടും ആ രീതിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഞാൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഓക്കെ, എനിക്ക് ബിസിനസ് നടത്താനുള്ള ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ മറ്റൊരു പാർട്ടിയാണ് എൻ്റെ ഈ ലൈസൻസിൻ്റെ കീഴിൽ ബിസിനസ് നടത്തുകയും സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് എമൗണ്ട് അടയ്ക്കുന്നു എൻ്റെ പേരിൽ. എൻ്റെ ബിസിനസ് സ്ഥാപനം ലൈസൻസിന് എടുത്തിരിക്കുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ എനിക്ക് മാത്രമേ എന്തുള്ളൂ, എനിക്ക് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ ഉണ്ട്. മറ്റൊരു വ്യക്തി
എൻ്റെ ബിസിനസ്സിൻ്റെ ലൈസൻസ് എടുത്തുകൊണ്ട് എൻ്റെ പേരിൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് എമൗണ്ട് അടയ്ക്കുകയും അയാൾ എന്ത് ചെയ്യുന്നു, ആ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് കസ്റ്റമറിന് വിറ്റുകൊണ്ട് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇൻപുട്ട് ഈ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ആരുടെ പേരിലായിരിക്കും? എൻ്റെ പേരിൽ തന്നെയായിരിക്കും ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്നത്. കാരണം എനിക്കാണ് GST രജിസ്ട്രേഷൻ ഉള്ളത്. ആ ലൈസൻസ് എടുത്തിരിക്കുന്ന വ്യക്തിക്ക് GST രജിസ്ട്രേഷൻ ഇല്ല. അയാൾ എൻ്റെ പേരിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുകയും പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുകയും അതുപോലെ തന്നെ എന്താണ്, സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇയാൾ സെയിൽ മുഖേന കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട്, ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ ആരുടെ ആവശ്യമുണ്ട്? എൻ്റെ ആവശ്യമുണ്ട്. ഞാനായിരിക്കും എന്താ ഇയാൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഇൻവോയ്സ് ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? ആ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇയാൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. വാസ്തവത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. ഞാൻ എന്താണ്, ഇയാൾ എൻ്റെ പേരിൽ അടച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഞാൻ തന്നെ ക്ലെയിം ചെയ്തെടുക്കുകയും അതിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കൊടുക്കുകയും ചെയ്യുന്നു? എൻ്റെ പേരിൽ ബിസിനസ് നടത്തുന്ന ആ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന 5 രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ്റെ കൈകളിൽ ഉണ്ടായാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഏതൊരു ബിസിനസ്സുകാരനും അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എല്ലാ 5 രീതിയിലുള്ള ഡ്യൂട്ടി പേയിങ് ഡോക്യുമെൻറ്റ്സ് ഇവരുടെ കയ്യിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും ബിസിനസ്സുകാരൻ ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സപ്ലയർ കൊടുക്കുന്ന സെക്ഷൻ 31 പ്രകാരം കൊടുക്കുന്ന ഇൻവോയ്സോ അല്ല എങ്കിൽ എന്താണ്, അയാൾ ഏത് തരത്തിലുള്ള അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുമെങ്കിൽ അൺരജിസ്റ്റേർഡ് ഡീലർ കൊടുത്തിരിക്കുന്ന ഇൻവോയ്സോ അല്ല എങ്കിൽ ഏത് തരത്തിലുള്ള സപ്ലയർ സെക്ഷൻ 34 പ്രകാരം ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ അല്ല എങ്കിൽ ഈ ബിസിനസ്സുകാരൻ ഏത് തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് അടച്ചു വെച്ചിരിക്കുന്ന ബിൽ ഓഫ് എൻട്രി ഡോക്യുമെൻറ്റ് മസ്റ്റായിട്ട് ആരെ കാണിച്ചിട്ടുണ്ടാകണം? നമ്മുടെ കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതോ അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടോ മസ്റ്റായിട്ടും ആരുടെ കയ്യിലുണ്ടായിരിക്കണം? അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം, ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മസ്റ്റായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടാകണം? സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ കിട്ടിയിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാൾക്ക് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഇപ്പം ഞാൻ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന് മുൻകൂട്ടി തന്നെ മുൻപായിട്ട് ഞാൻ സപ്ലയർക്ക് ഞാൻ ടാക്സ് എമൗണ്ടും ഗുഡ്സിൻ്റെ വിലയും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ടാക്സ് എമൗണ്ട് നേരെ എവിടെ ചെന്നുണ്ടാകും? അവിടെ ഗവൺമെൻറ് കൈകളിൽ ചെന്നുണ്ടാകും. ആ ഗുഡ്സും സർവീസും കിട്ടുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഞാൻ ഈ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് സപ്ലയറുടെ കയ്യിൽ നിന്ന് മസ്റ്റായിട്ടും എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ടാക്സ് എമൗണ്ട് ഇസ് റെഗുലർലി പെയ്ഡ് ബൈ ദ സപ്ലയർ ആൻഡ് കസ്റ്റമർ ടു ഗവൺമെൻറ്. ഓക്കെ, അതായത് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരനും അതുപോലെ തന്നെ ഈ പർച്ചേസ് മുഖേന ആ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം? അയാൾ റെഗുലറായിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് എമൗണ്ട് പേ ചെയ്യുന്ന ആളായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ടാക്സ് അടയ്ക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അപ്പോൾ ഇയാൾ ഈ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ മസ്റ്റായിട്ട് എന്തുണ്ടാകും? ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ സപ്ലയറുടെ കയ്യിൽ ടാക്സ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടാകും. ആ സപ്ലയർ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റെഗുലറായിട്ട് പേ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി. അപ്പോൾ മസ്റ്റായിട്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് റെഗുലറായിട്ട് ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയായിരിക്കണം. ഞാൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറുടെ കയ്യിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? ആ പ്രോഡക്റ്റിൻ്റെ വലിയ ടാക്സ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ സപ്ലയർ ടാക്സ് എമൗണ്ട് മുക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് ആ ടാക്സ് എമൗണ്ടിന് ആ സപ്ലയർ കൊടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ എന്ത് ചെയ്യണം? ആ സപ്ലയർ റെഗുലറായിട്ടും ഞാൻ കൊടുത്തേക്കുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിൽ അടച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, റിട്ടേൺ മസ്റ്റ് ബി സബ്മിറ്റഡ് ടു ദി ഗവൺമെൻറ്. ഓക്കെ, അതായത് GST അകത്ത് GST റിട്ടേൺ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഈ ടാക്സ്
ഗുഡ്സ് ഇൻപുട്ട് ടാസ്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ സപ്ലയറും മസ്റ്റായിട്ടും ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻപുട്ട് ടാസ്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു എന്നുള്ള ഡോക്യുമെൻറ്റ്സ് ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ കിട്ടുകയുള്ളൂ. അതിനുശേഷം മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാസ്കായിട്ട് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂട്ടി പെയിങ് ഡോക്യുമെൻറ്റ്സ് മസ്റ്റായിട്ടും ഇൻപുട്ട് ടാസ്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ കയ്യിലുണ്ടായിരിക്കണം. ഡ്യൂട്ടി പെയിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻവോയ്സസ് ആണ് സെക്ഷൻ 31 പ്രകാരം. പിന്നെ എന്താണ്, റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന ഇൻഡസ്ട്രി ഡീലർ കൊടുക്കുന്ന ഇൻവോയ്സസ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അതുപോലെ തന്നെ എന്താണ് ബിൽ ഓഫ് എൻട്രി, അതുപോലെ തന്നെ എന്താണ് ഇൻവോയ്സസ് ഇഷ്യൂഡ് ബൈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട് മുതലായ കാര്യങ്ങളാണ് ഡ്യൂട്ടി പെയിങ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അത് മസ്റ്റായിട്ടും കയ്യിലുണ്ടായിരിക്കണം. ഗുഡ്സും സർവീസും മസ്റ്റായിട്ടും സപ്ലയറെ കയ്യിൽ നിന്ന് റിസിപ്പിയൻറ്റിന് കിട്ടിയിട്ടുണ്ടാകണം. ടാക്സ് എമൗണ്ട് മസ്റ്റായിട്ടും സപ്ലയറും അതുപോലെ തന്നെ കസ്റ്റമറും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന വ്യക്തിയായിരിക്കണം. അവർ റിട്ടേൺ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആഫ്റ്റർ ക്ലെയിമിംഗ് ഡിപ്രീസിയേഷൻ. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്ന് കരുതുക. ആ അഥവാ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗുഡ്സിന് അയാൾ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചു. അതായത് ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഏതെങ്കിലും രീതിയിലൊരു ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന കരുതുക. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗുഡ്സിന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അടച്ചു വെച്ചു. അങ്ങനെ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഞാൻ ഞാൻ പർച്ചേസ് മുഖേന അതായത് ഈ പർട്ടിക്കുലർ ഫിക്സഡ് അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ഞാൻ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചു. ഞാൻ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ITC ആയിട്ട് ഞാൻ ക്ലെയിം ചെയ്തെടുത്തെന്ന് കരുതുക. ഓക്കെ. ITC ആയിട്ട് ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പർട്ടിക്കുലർ ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ. അപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിന് ITC ക്ലെയിം ചെയ്യാൻ ആ പർട്ടിക്കുലർ ഫിക്സഡ് അസറ്റോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ പർച്ചേസ് ചെയ്തപ്പോൾ അടച്ചു വെച്ചിരിക്കുന്ന ഫുൾ ടാക്സ് എമൗണ്ടും ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അസറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തേക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം, ITC അല്ലെങ്കിൽ പേ ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ടിൽ നിന്നും കുറയ്ക്കണം. അതിനുശേഷം ബാക്കി വരുന്ന റിമൈനിങ് ബാലൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഏതും തരത്തിലുള്ള ഒരു മെഷീനറി വാങ്ങി ഞാൻ അതിനെന്താണ് 100 രൂപ ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ 100 രൂപ ഫുൾ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം, എനിക്ക് ITC ക്ലെയിം ചെയ്യണമെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്രീസിയേഷൻ ആ പർട്ടിക്കുലർ മെഷീനറിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ 100 രൂപ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിൽ നിന്ന് അതിന് ആനുപാതികമായിട്ടുള്ള ടാക്സ് എമൗണ്ട് ഡിപ്രീസിയേഷൻ ടാക്സ് എമൗണ്ട് കുറയ്ക്കുകയും ബാക്കി റിമൈനിങ് ബാലൻസിന് എനിക്ക് എന്ത് കിട്ടുള്ളൂ, എനിക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അടച്ചു വെച്ചേക്കുന്ന 100 രൂപ ഫുൾ ടാക്സ് എമൗണ്ടും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100 രൂപ ടാക്സ് എമൗണ്ട് ഫുള്ളും ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ എടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു സബ് പോയിൻ്റാണ്, ഇനി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഒരു ബിസിനസ്സുകാരൻ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഫുൾ ടാക്സ് എമൗണ്ട് എപ്പോഴായിരിക്കും ഗവൺമെൻറ് കൈകളിലേക്ക് ചെല്ലുന്നത്, ആ ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണോ കംപ്ലീറ്റ് ആയിട്ടും അയാൾ പേ ചെയ്യുന്നത്, ആ കംപ്ലീറ്റ് ആയിട്ടും പേ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യുന്നു. ആ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യുമ്പോഴാണ് ഫുൾ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ് കൈകളിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം മാത്രമേ ആ രജിസ്റ്റേർഡ് പേഴ്സണിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. വേർ ദ ഗുഡ്സ് ആർ റിസീവ്ഡ് എ ലോട്ട് ഓർ ഇൻസ്റ്റാൾമെൻറ്റ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അപ്പോൺ ദ റിസിപ്റ്റ് ഓഫ് ലാസ്റ്റ് ലോട്ട് ഓർ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഏതെങ്കിലും GSTയുടെ അകത്ത് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാൾ ഇൻസ്റ്റാൾമെൻറ്റ് മുഖേന പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിന് അയാൾ ടാക്സ് എമൗണ്ട് അടച്ചിരുന്ന എപ്പോഴായിരിക്കും, എന്നാണോ അയാളുടെ ഇൻസ്റ്റാൾമെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്, ആ ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അയാളുടെ ലാസ്റ്റ് ടാക്സ് എമൗണ്ടും ഗവൺമെൻറ് കൈകളിലേക്ക് ചെല്ലുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇയാൾക്ക് ITC ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 100 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, 10 രൂപ ടാക്സ് എമൗണ്ട് ഉണ്ടെന്ന് കരുതുക. ഓക്കെ. 10 മാസമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, ഒരു മാസം 11 രൂപ വെച്ച് കൊടുക്കും. ഓക്കെ. 100 രൂപ വിലയുള്ള പ്രോഡക്റ്റ് മൊത്തം 110 രൂപ എന്ത് ചെയ്യണം, ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ 10 മാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടയ്ക്കുന്നത്. അപ്പോൾ ഒരു മാസം 11 രൂപ വെച്ച് അങ്ങനെ 10 മാസം കൊണ്ട് അടയ്ക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ 10 രൂപ ഈ പ്രൊഡക്റ്റിൻ്റെ വില മൊത്തം എന്ന് അടക്കിയായിരിക്കും ഞാൻ അടച്ചു തരുന്നത്,
10 മാസം കഴിയുമ്പോൾ അടച്ചു തരുന്നത് 110 രൂപ അടച്ചു തരുന്നത്. അപ്പോൾ ഒരു മാസം അടയ്ക്കുന്നതിൽ 10 രൂപ പ്രോഡക്റ്റിൻ്റെ വിലയും 1 രൂപ ടാക്സ് എമൗണ്ട്, അങ്ങനെ 10 മാസം കഴിയുമ്പോൾ മൊത്തം എത്ര രൂപ അടച്ചു? 110 രൂപ അടച്ച് ടാക്സ് എമൗണ്ട് അടച്ചു. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ടാക്സ് എമൗണ്ടും എന്നായിരിക്കും ഗവൺമെൻറ് കയ്യിലേക്ക് ചെല്ലുന്നത്? 10 മാസം കഴിയുമ്പോഴായിരിക്കും 110 രൂപ ടാക്സ് എമൗണ്ട് ഫുള്ളായിട്ട് ഗവൺമെൻറ് കൈകളിലേക്ക് ചെല്ലുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ 10 ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രോഡക്റ്റിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു വ്യക്തിയും ഏതൊരു റെസിപ്പിയൻ്റ് എന്ത് ചെയ്യണം? where a recipient fails to pay the amount towards the value of supply along with the tax payable thereon within 180 days from the date of issue of invoice by the supplier, the input tax credit is availed. The recipient shall be added to his output tax liability along with interest at the rate of 18%. The provision is not applicable for goods or service on which reverse charge is applicable because such cases it is recipient who pay tax. അതായത് വേറെ ഒന്നുമില്ല, ഇപ്പം ഞാൻ GST അടത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്, ഞാൻ ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കാമെന്ന് കരുതുക. ഓക്കെ, ഞാൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങുന്നത് ചിലപ്പോൾ കടത്തിനായിരിക്കും വാങ്ങുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കടത്തിന് വാങ്ങുന്ന ഗുഡ്സിൻ്റെ ടാക്സ് എമൗണ്ടും ഗുഡ്സിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ട് അടച്ചതായിട്ട് ഞാൻ പറയും. എന്നിട്ട് ഞാൻ എന്താണ്, അതിന് ഞാൻ ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ITC ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടാവുകയും ചെയ്യും. പക്ഷേ ഞാൻ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗവൺമെൻറ് പറയുകയാണ്, ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് കടത്തിന് വാങ്ങിയിട്ട് ആ സപ്ലയർ ഗുഡ്സും അതുപോലെ തന്നെ ഇൻവോയ്സും തന്നിട്ട് 180 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ടും ആ ഗുഡ്സ് വാങ്ങിയേക്കുന്ന കസ്റ്റമർ ആ സപ്ലയർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാകണം? ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ടാകണം. അങ്ങനെ അല്ലാത്തൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയും, ആ കസ്റ്റമർ എന്തായാലും എന്താണ് ആ കടത്തിന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന് ടാക്സ് അടച്ചതായിട്ട് കാണിച്ചുകൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. ഇനി സപ്ലയർക്ക് പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? സപ്ലയർക്ക് 150 ദിവസം കഴിഞ്ഞിട്ടും പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ ആ കസ്റ്റമർ എടുത്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് റിവേഴ്സ് ചെയ്ത് ക്ലെയിം ചെയ്ത് കൊടുക്കണം. റിവേഴ്സ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് തന്നെ അത് തിരിച്ച് പേ ചെയ്യണം. അപ്പോൾ ഞാൻ എന്താണ്, ഒരു പ്രൊഡക്റ്റ് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു, ഞാൻ എന്താണ് 10 രൂപ ടാക്സ് എമൗണ്ട് അടയ്ക്കുകയും ചെയ്തു. അതായത് 100 രൂപ വിലയുള്ളൊരു പ്രൊഡക്റ്റ് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തു, 10 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു. അപ്പോൾ ഞാൻ 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു, 10 രൂപ ടാക്സ് എമൗണ്ട് ഉണ്ടെന്ന് കരുതുക. പക്ഷേ ഞാൻ എന്താണ് മൊത്തം 110 രൂപ അയാൾക്ക് കൊടുക്കണം. പക്ഷേ 6 മാസമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഈ പ്രൊഡക്റ്റിന് പൈസ കൊടുത്തിട്ടില്ല. 10 രൂപ ടാക്സ് എമൗണ്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചതിന് എന്താണ്, ഈ പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അതിന് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു? ITC ക്ലെയിം ചെയ്തെടുത്തു. 6 മാസമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഈ 10 രൂപ ടാക്സ് എമൗണ്ടും പ്രൊഡക്റ്റിൻ്റെ വില 100 രൂപയും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഈ ITC ക്ലെയിം ചെയ്തേക്കുന്ന ഈ 10 രൂപ തിരിച്ച് ഗവൺമെൻറ് തന്നെ. അതുപോലെ തന്നെ 150 ദിവസത്തിൽ കൂടുതലായാൽ എന്ത് ചെയ്യണം? ഈ എത്ര രൂപയാണോ 7ാമത്തെ മാസം എനിക്ക് ടാക്സ് എമൗണ്ടായിട്ട് പേ ചെയ്യേണ്ടത്, അതിൻ്റെ ഒപ്പം തന്നെ 18% ടാക്സ് റേറ്റ് അടക്കം ഗവൺമെൻറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഈ ITC എമൗണ്ട് റിവേഴ്സ് ചെയ്ത് ക്ലെയിം ചെയ്ത് പേ ചെയ്ത് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞു വരുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്നാണ് ഇത് ഫ്യൂച്ചറിൽ ഇത് പേ ചെയ്യുന്നത്, അന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വീണ്ടും ഈ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സബ് കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റിൻ്റെ കാര്യത്തിൽ ഡിപ്രീസിയേഷൻ എടുക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിപ്രീസിയേഷൻ എമൗണ്ടിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റിൻ്റെ കാര്യത്തിൽ ഡിപ്രീസിയേഷൻ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഫുള്ളായിട്ട് അടച്ചേക്കുന്ന ITC എമൗണ്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. രണ്ടാമത്തെ കാര്യം, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന് ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന് കടത്തിന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിന് ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ വിലയും ടാക്സ് എമൗണ്ട് 150 ദിവസത്തിനുള്ളിൽ കൊടുത്തോളണം. ഇല്ല എങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ വിലയോടൊപ്പം തന്നെ എന്താണ് അയാൾ ആ മാസം 6 മാസം കഴിഞ്ഞിട്ട് 150 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ആ മാസം അയാൾ പേ ചെയ്യേണ്ട ടാക്സ് ലയബിലിറ്റിയോടൊപ്പം 18% ഇൻട്രസ്റ്റ് റേറ്റും അടക്കം വേണം അയാൾ എന്ത് ചെയ്യാൻ? അത് പേ ചെയ്യാൻ. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് പ്രധാനമായിട്ട് എവിടെ പറഞ്ഞേക്കുന്നത്? റൂൾ 36 പറഞ്ഞേക്കുന്നത്. ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡ്യൂട്ടി പേയിങ് ഡോക്യുമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസും സബ് കണ്ടീഷൻസും ഫോളോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ വ്യക്തിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും കണ്ടീഷൻസും ഫോം GST 2 ഉള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തായിട്ട് ഒരു ഡിക്ലറേഷൻ കൊടുത്തുണ്ടാകണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി അവൈൽഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് എനി ടാക്സ് ദാറ്റ് ഹാസ് ബീൻ പെയ്ഡ് ഇൻ പൊസിഷൻസ് ഓഫ് എനി ഓർഡർ
where any deemed has been confirmed on account of any fraud, willful misstatement or suppression of fact. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ടാക്സ് അടയ്ക്കേണ്ട വ്യക്തി ഏതെങ്കിലും രീതിയിലുള്ള ഫ്രോഡോ അല്ല എങ്കിൽ ഏത് തരത്തിലുള്ള മിസ്ബിഹേവിയർ കാണിച്ചിട്ട് ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അത് ഇൻകം ടാക്സ് അതോറിറ്റിയോ അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും GST രജിസ്ട്രേഷൻ അതോറിറ്റിയോ കണ്ടെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ അയാൾ ക്ലെയിം ചെയ്തെടുക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എന്ത് ചെയ്യണം, അയാൾ ഗവൺമെൻറ്റിലേക്ക് പലിശ സഹിതം 24% പലിശ സഹിതം അടയ്ക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ എമൗണ്ട് പിന്നെ എന്ത് കിട്ടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് വാങ്ങി 10 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. പക്ഷേ ഞാൻ ബില്ല് കാണിച്ചേക്കുന്നത് 90 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, 5 രൂപ ടാക്സ് എമൗണ്ട് അടച്ചുള്ളൂ എന്നാണ് കാണിച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, അതിന് ടാക്സ് എമൗണ്ട് 10 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു. ഓക്കെ, പക്ഷേ ടാക്സബിൾ വാല്യൂ ഇത്രേ കാണിച്ചിട്ടുള്ളൂ, എന്ത് 90 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ, 5 രൂപ ടാക്സ് എമൗണ്ട് അടച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ കാണിച്ചേക്കുന്നത്. ദെൻ ഈ പ്രൊഡക്റ്റ് ഞാൻ ഒരു കസ്റ്റമറിന് വിറ്റു 150 രൂപയ്ക്ക്, ദെൻ 15 രൂപ ടാക്സ് എമൗണ്ടും കളക്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി എന്താണ് എന്നിട്ട് ഞാൻ കസ്റ്റമറിൻ്റെ ബില്ല് കാണിച്ചേക്കുന്നത് ഇത്രയാണ്, 120 രൂപയ്ക്കാണ് വിറ്റേക്കുന്നത്, 10 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ കാണിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതെങ്ങാനും ഇൻകം ടാക്സ് അതോറിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് കൂടുതലുള്ള എമൗണ്ടിന് ഞാൻ ആക്ച്വലി ആ പ്രോഡക്റ്റിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരികയും ചെയ്യും. ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യേണ്ടതായിട്ടും വരും. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പർച്ചേസ് എമൗണ്ടും അതുപോലെ തന്നെ കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് തമ്മിൽ ഇൻപുട്ട് ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇതൊരു ഫ്രോഡാണ് ഞാൻ അവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്ന സന്ദർഭത്തിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ITC എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഏതും തരത്തിൽ ഫ്രോഡ് കാണിച്ചുകൊണ്ട് ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഗവൺമെൻറ് അനുവദിച്ച് തരികയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ റൂള് 37, അതായത് റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇസ് ഹാപ്പൻ വെൻ എ പേഴ്സൺ ഫെയിൽ ടു പേ എമൗണ്ട് ഓഫ് പ്രൈസ് ഇൻക്ലൂഡിംഗ് ടാക്സ് to the supplier within a period of 180 days. According to the rule 37, the registered person who have availed input tax credit on any inward supply but failed to pay to the supplier the value of such supply along with tax payable thereon within a specified time limit 180 days shall furnishing the details of such supply the amount is not paid and the amount of input tax credit availed of the proportionate to such amount not paid to the supplier. വേറെ ഒന്നുമില്ല, നമ്മൾ ഏറ്റവും ആദ്യമേ പഠിച്ച കാര്യം തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം, ഏത് ബിസിനസ്സുകാരനാണോ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അയാൾക്ക് എന്ത് കിട്ടുള്ളൂ, ITC ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വ്യക്തി ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം 180 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാകണം, മസ്റ്റായിട്ടും സപ്ലയർക്ക് ആ പ്രൊഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും പേ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയല്ലാത്തൊരു സന്ദർഭത്തിൽ 150 ദിവസം കഴിഞ്ഞതിന് ശേഷവും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ആ സപ്ലയർക്ക് ഗുഡ്സിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും കൊടുത്തിട്ടില്ല എങ്കിൽ ഇയാൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിന് ടാക്സ് അടച്ചതായിട്ട് കാണിച്ചുകൊണ്ട് ITC ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടാകും. അങ്ങനെ ക്ലെയിം ചെയ്തെടുത്തേക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതാണ് റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ പേ ചെയ്തേക്കുന്ന എമൗണ്ട് അങ്ങനെ അയാൾ ITC ക്ലെയിം ചെയ്തേക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, തിരിച്ച് ഗവൺമെൻറ് കൈകളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ചുരുക്കരൂപം, ഏതെങ്കിലും രീതിയിൽ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ പൈസയും കൊടുത്തിട്ടില്ല. പക്ഷേ സാധാരണ രീതിയിൽ എല്ലാ ബിസിനസ്സുകാരും ഏതൊരു വ്യക്തിയാണെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് കടത്തിനാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ആ പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം നിശ്ചിത ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്,
ആ പ്രോഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും ആ സപ്ലയർക്ക് കൊടുക്കുന്നത് അല്ലേ. എല്ലാ ബിസിനസ്സുകാരും റെഡി കാശ് കൊടുത്തല്ലോ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിലും ശരി, ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് കടത്തിന് പ്രൊഡക്റ്റ് വാങ്ങുന്നു. കടത്തിന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിൻ്റെ ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റിൻ്റെ വിലയും കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ സപ്ലയർ ഇൻവോയ്സ് തന്നതിന് ശേഷം 180 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും ഈ കടത്തിന് പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്ന ബിസിനസ്സുകാരൻ ആ പ്രൊഡക്റ്റിൻ്റെ വിലയും ടാക്സ് എമൗണ്ടും കൊടുത്തുണ്ടാകണം. ഇല്ല, ഇതിൽ ഇയാൾ എന്താണ് ചിലപ്പോൾ കടത്തിന് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ആയിട്ട് കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ITC ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടാകും. അതിനെ ക്ലെയിം ചെയ്തേക്കുന്ന എമൗണ്ട് 180 ദിവസം കഴിഞ്ഞതിന് ശേഷവും ആ ബിസിനസ്സുകാരൻ ആ സപ്ലയർക്ക് പ്രോഡക്റ്റിൻ്റെ വിലയും ടാക്സ് എമൗണ്ടും കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, അത് തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത് 150 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന 7ാമത്തെ മാസമായിരിക്കും. അതായത് 150 ദിവസം എന്ന് പറയുന്ന 6 മാസം കഴിഞ്ഞിട്ട് വരുന്ന 7ാമത്തെ മാസം എത്ര രൂപയാണോ അയാളുടെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് ലയബിലിറ്റി, അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടും അതിൻ്റെ 18% ടാക്സ് എമൗണ്ട് അടക്കം ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റൂൾ 37 പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഇയാൾ ഫ്യൂച്ചറിൽ ഇയാൾ എന്നിട്ട് ഈ റിവേഴ്സലൊക്കെ ചെയ്ത് അയാൾ എന്താണ് ITC ക്ലെയിം ചെയ്തു, സമയമായിട്ടും 150 ദിവസമായിട്ടും സപ്ലയർക്ക് കാശ് കൊടുത്തിട്ടില്ല. അങ്ങനെ കാശ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ എന്താണ് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ITC ക്ലെയിം ചെയ്തേക്കുന്ന എമൗണ്ടും അതുപോലെ തന്നെ 18% ടാക്സ് എമൗണ്ടും ആ മാസത്തെ ഏത് മാസമാണ് കൊടുക്കേണ്ടത് ആ മാസത്തെ ഔട്ട്പുട്ട് ലയബിലിറ്റിയുടെ ഒപ്പം തന്നെ ഗവൺമെൻറ്റിലേക്ക് അടച്ചു. ഇനി എന്നാണോ ഇയാൾ ഇനി ആക്ച്വലി അത് പേ ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ അത് പേ ചെയ്യുന്നത്, ആ സപ്ലയർക്ക് അത് കൊടുക്കുന്നത്, ആ ഗുഡ്സിൻ്റെ വിലയും ഈ ടാക്സ് എമൗണ്ട് എന്നാണ് സപ്ലയർക്ക് കൊടുക്കുന്നത്, അത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇയാൾക്ക് ഫ്യൂച്ചറിൽ ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിന് ഈ ITC എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാമെന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് ക്ലെയിം ബൈ എ ബാങ്കിങ് കമ്പനി ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ബാങ്കിങ് കമ്പനിയോ അല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ല എങ്കിൽ NBFCയോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ITC ക്ലെയിം ചെയ്യാൻ അങ്ങനെയുള്ള ആളുകൾക്ക് ഏതൊക്കെ സന്ദർഭത്തിലാണ് ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അത് പറയുന്ന റൂളാണ് റൂൾ 38 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 17 ക്ലൗസ് 4 പ്രകാരം CGST ആക്ട് 2017 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും ബാങ്കിങ് കമ്പനിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആണ് എങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന 2 സന്ദർഭം ഫോളോ ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ITC ക്ലെയിം ചെയ്യുന്നത്. അത് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ ബാങ്കിങ് കമ്പനി ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് engaged in supplying service by the way of accepting deposit, extending loans or advances shall have the option to either comply with the provisions of section 17 clause 2 or avail every month an amount equal to 15% of the eligible input tax credit on input capital goods and input service in that month and the rest shall lapse. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാങ്കിങ് കമ്പനിയോ അല്ല എങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള NBFC ഫേം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്കുകളായിക്കോട്ടെ, അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും തരത്തിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയോ അല്ല എങ്കിൽ എന്താണ് അവർ കസ്റ്റമേഴ്സിന് ലോൺസോ അല്ലെങ്കിൽ അഡ്വാൻസോ ആ രീതിയിലുള്ള സർവീസ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കണം. അത് ബിസിനസ്സിൻ്റെ പർപ്പസിന് ആയിരിക്കുകയും വേണം. അങ്ങനെയുള്ള വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ പർച്ചേസ് മുഖേന ഈ രീതിയിൽ ഉള്ള ബാങ്കിങ് കമ്പനിയോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ NBFC ഫേംസോ ഈ രീതിയിൽ സർവീസ് കൊടുക്കുന്ന NBFC ഫേംസോ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സെക്ഷൻ 17(2) പ്രകാരമായിരിക്കണം. അല്ല എങ്കിൽ അവർ ഓരോ മാസവും അല്ല എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് പറയുന്നത്, അല്ല എങ്കിൽ അവർ ഓരോ മാസവും ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് മുഖേന അടച്ചു വച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിൻ്റെ 50% ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള റിമെയിൻ ബാലൻസ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുമില്ല. ഇങ്ങനെ 2 ഓപ്ഷനാണ് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്ഷൻ 17(2) പ്രകാരം അല്ല എങ്കിൽ എന്താണ് അവർ ഒരു മാസം ഗവൺമെൻറ്റിലേക്ക് എത്ര രൂപയാണ് പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചേക്കുന്നത്, ആ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിൻ്റെ 50% ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും.
ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ രീതിയിൽ NBFC ഫേമോ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനിയോ അല്ല എങ്കിൽ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവർ ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ പർച്ചേസ് ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന വഴിയോ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിൻ്റെ 50% എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതൊരു സന്ദർഭം. അല്ല എങ്കിൽ എന്ത് ചെയ്യണം, അവർ സെക്ഷൻ 17 ക്ലൗസ് 2 പ്രകാരം എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് ഈ സെക്ഷൻ 17 പ്രകാരം സെക്ഷൻ 17 ക്ലൗസ് 2 പ്രകാരം പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സെക്ഷൻ 17(2) എന്ന് പറയുന്നത്. വേർ ദ ഗുഡ്സ് ഓർ സർവീസ് സെക്ഷൻ 17 ക്ലൗസ് 2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വേർ ദ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആർ യൂസ്ഡ് ബൈ ദ രജിസ്റ്റേർഡ് പേഴ്സൺ പാർഷ്യലി ഫോർ എഫക്റ്റിംഗ് ടാക്സബിൾ സപ്ലൈ ഇൻക്ലൂഡിംഗ് സീറോ റേറ്റഡ് സപ്ലൈസ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ ദി IGST ആക്ട് partially of effecting exempt supplies under the said act, the amount of credit shall be restricted to so much of input tax as it attributable to the said taxable supplies including zero rated supplies. വേറെ ഒന്നുമില്ല, നമ്മൾ ITC ക്ലെയിം ചെയ്യുന്ന സന്ദർഭത്തിൽ പഠിച്ചായിരുന്നു, എക്സംപ്റ്റഡ് സപ്ലൈസിന് ഒരു വ്യക്തി അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യില്ല, ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ബാങ്ക് നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സർവീസ് പർച്ചേസ് ചെയ്തു, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സും പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചു എന്ന് കരുതുക. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്തു, അതിന് ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചു. ഓക്കെ, ഞാൻ അങ്ങനെ ടാക്സ് അടച്ചു വെച്ചിരിക്കുന്ന ഒരു ഗുഡ്സോ സർവീസോ ടാക്സ് ഇല്ലാതെ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് വിറ്റെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വിറ്റേക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് സെക്ഷൻ ക്ലൗസ് 2 പ്രകാരം പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ബാങ്കിങ് സ്ഥാപനം നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ പർച്ചേസ് മുഖേന ഞാൻ ഏതോ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്തപ്പോൾ 30,000 രൂപ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചു. ഓക്കെ, 30,000 രൂപ വിലയുള്ള ഒരു സർവീസ്, 30,000 രൂപ ഞാൻ ഒരു ബാങ്കിങ് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഏതോ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഗവൺമെൻറ്റിലേക്ക് 30,000 രൂപ ടാക്സ് അടച്ചു വെച്ചു. ആ 30,000 രൂപ വിലയുള്ള ടാക്സ് അടച്ചു വെച്ചേക്കുന്ന പ്രൊഡക്റ്റ്, അതിൽ 10,000 രൂപ ഞാൻ എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കൊടുത്തു. 10,000 രൂപ ആ 30,000 ടാക്സ് അടച്ചു വെച്ചേക്കുന്ന സർവീസിൽ ഞാൻ കസ്റ്റമറിന് അത് സെയിൽ ചെയ്തപ്പോൾ 3 രീതിയിലാണ് സെയിൽ ചെയ്തേക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 30,000 രൂപ ടാക്സ് അടച്ചു വെച്ചേക്കുന്ന പ്രൊഡക്റ്റിൽ 10,000 രൂപ മൂല്യം ടാക്സ് ഉള്ള പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു കസ്റ്റമറിന് കൊടുത്തപ്പോൾ അത് എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള 10,000 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് ഞാൻ കസ്റ്റമറിന് കൊടുത്തു. അവൻ്റെ കയ്യിൽ നിന്ന് 10,000 ടാക്സ് എമൗണ്ട് ഞാൻ കളക്ട് ചെയ്യുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ബാക്കി റിമൈനിങ് ബാലൻസ് ആയി 10,000 രൂപ ഞാൻ മറ്റൊരു കസ്റ്റമറിനാണ് കൊടുത്തേക്കുന്നത്. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് സീറോ റേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 രീതിയിലുള്ള സപ്ലൈ നടന്നേക്കുന്നത്. ഞാനൊരു ബാങ്കിങ് ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 30,000 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു സർവീസ് ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ 3 വ്യത്യസ്തരായ കസ്റ്റമേഴ്സിന് കൊടുത്തു. അത് 3 വ്യത്യസ്തമായ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. എങ്ങനെയൊക്കെയാണ്, ഒരു കസ്റ്റമർ 10,000 രൂപ വിലയുള്ള സർവീസ് ഞാൻ ടാക്സ് ഇല്ലാതെ എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് ഞാൻ ആർക്ക് കൊടുത്തു, ഒരു കസ്റ്റമറിന് കൊടുത്തു. മറ്റ് 10,000 രൂപ വിലയുള്ള ഇനി രണ്ടാമത്തെ കസ്റ്റമറിനെ എങ്ങനെ കൊടുത്തേക്കുന്നത്, 10,000 രൂപ വിലയുള്ള സർവീസ് കൊടുത്തേക്കുന്നത് 10,000 രൂപ ടാക്സ് എമൗണ്ട് തന്നെ വാങ്ങിക്കൊണ്ടാണ്. ബാക്കി 10,000 രൂപ ടാക്സ് അടച്ചു വെച്ചേക്കുന്ന സർവീസ് ഞാൻ മൂന്നാമത്തെ ഒരു കസ്റ്റമറിന് കൊടുത്തേക്കുന്നത് സീറോ റേറ്റഡ് ടാക്സബിൾ സപ്ലൈയിലാണ്. അപ്പോൾ എനിക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഏതിന് മാത്രമേ ഉള്ളൂ, സീറോ റേറ്റഡ് പ്ലസ് ടാക്സബിൾ സപ്ലൈ. ഈ രണ്ടും കൂടി കൂട്ടുമ്പോൾ മൊത്തം 20,000 രൂപ ടാക്സ് എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ITC എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് ഞാൻ എത്ര രൂപയാണോ എത്ര രൂപ എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് ഞാൻ സെയിൽ ചെയ്തേക്കുന്ന സർവീസിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് സെക്ഷൻ 17 ക്ലൗസ് 2 പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു NBFC ഫേം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടെ ടാക്സ് അടച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സർവീസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിനോ ITC ക്ലെയിം ചെയ്യണമെങ്കിൽ, അങ്ങനെ ടാക്സ് അടച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന സർവീസോ ഗുഡ്സോ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് വിൽക്കുമ്പോൾ അത് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്ന അങ്ങനെ വിൽക്കുന്ന ഗുഡ്സിലോ സർവീസിലോ എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ടെങ്കിൽ ആ എക്സംപ്റ്റഡ് സപ്ലൈയുടെ ITC ടാക്സ് എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള ടാക്സബിൾ സപ്ലൈയുടെയോ അല്ലെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈയുടെയോ
ടാക്സ് എമൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ആ NBFC ഫേമിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അങ്ങനെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനാണ് അവിടെ വന്നത്. ഒരു ബാങ്കിലാണെങ്കിൽ ഈ രീതിയിൽ എന്താണ് ലോൺസ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലോൺസ് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏത് തരത്തിൽ അഡ്വാൻസ് വേറെ എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുന്നു, ഈ ബാങ്കുകാർ ഗവൺമെൻറ് ആ പർച്ചേസ് ചെയ്യുന്ന ഏത് സപ്ലയർ ഏതാണ് പർച്ചേസ് ചെയ്യുന്ന ഈ രീതിയിലുള്ള സർവീസ് പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് എന്താണ് കോടിക്കണക്കിന് രൂപയായിരിക്കും ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ബാങ്ക് ഈ അവരുടെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ എന്താണ് ഈ രീതിയിൽ ടാക്സ് അടച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന സർവീസ് ചിലപ്പോൾ എന്താണ് ടാക്സ് ഇല്ലാതെ കൊടുക്കും, അഥവാ എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കൊടുക്കും, സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും, ചിലപ്പോൾ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കും. അത് ഈസി ആയിട്ട് കണ്ടെത്തുക എളുപ്പമല്ല. കാരണം ടോട്ടൽ എമൗണ്ടിൽ നിന്ന് എക്സംപ്റ്റഡ് സപ്ലൈ ഇവരിങ്ങനെ കൊടുക്കുന്ന ടാക്സ് അടച്ചിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സർവീസുകളിൽ എത്ര രൂപ ടാക്സ് ഇല്ലാതെ കൊടുക്കുന്നു, എത്ര രൂപ സീറോ റേറ്റിൽ കൊടുക്കുന്നു, എത്ര രൂപ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളത് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തൊട്ട് താഴത്തെ റൂൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സന്ദർഭമാണ് പറഞ്ഞേക്കുന്നത്. ഒന്നെങ്കിൽ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവർ ടാക്സ് അടച്ചിട്ട് ഗവൺമെൻറ്റിൽ പർച്ചേസ് ചെയ്യുന്ന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന സർവീസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ അവരുടെ കസ്റ്റമറിന് എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ബിസിനസ് ഫേം ഈ രീതിയിൽ NBFC ഫേം അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സർവീസിൻ്റെ സെർട്ടൻ പോർഷൻ എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ടും സെർട്ടൻ പോർഷൻ സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ടും സെർട്ടൻ പോർഷൻ ടാക്സബിൾ സപ്ലൈ ആയിട്ടും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് ഫേമിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഏതിന് മാത്രമേ ഉള്ളൂ, ടാക്സബിൾ സപ്ലൈക്കും സീറോ റേറ്റഡ് സപ്ലൈക്കും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ടിന് എത്രയാണ് ടാക്സ് അടച്ച് വെച്ചേക്കുന്നത്, ടാക്സ് കളക്ട് ചെയ്തേക്കുന്നത്, ആ ടാക്സ് എമൗണ്ടിന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ പർച്ചേസ് മുഖേന അടച്ച് വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. എക്സംപ്റ്റഡ് സപ്ലൈയുടെ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ്സുകാർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ ഒരു കണ്ടീഷൻ ഫോർ സെക്ഷൻ 17 ക്ലൗസ് 2 പ്രകാരമുള്ള കണ്ടീഷൻ ഫോളോ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവരെന്ത് ചെയ്യണം, അവർ ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു മാസം അടയ്ക്കുന്ന അവർ ഈ NBFC ഫേം ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ, അവർ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ഒരു മാസം അടച്ചു വെക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ടിൻ്റെ 50% എന്തായിട്ട് ചെയ്യാൻ പറ്റും, ITS ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 50% അവരെന്ത് ചെയ്യണം, മറന്നു കളയണം. ഓക്കെ, ഇത് രണ്ടുമാണ് പറയുന്നത്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 38 പ്രകാരം നമ്മുടെ ബാങ്കിങ് കമ്പനിയോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ NBFC ഫേമോ എന്ത് ചെയ്യുന്നത്, ITC ക്ലെയിം ചെയ്തെടുക്കുന്നത്. ഇനി ITC കിട്ടാത്ത ഇനി ബാങ്കിങ് കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റാത്ത രണ്ട് സന്ദർഭങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞു തരാം. ദ ടാക്സസ് പെയ്ഡ് ഓൺ ഇൻപുട്ട് സർവീസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ നോൺ ബിസിനസ് പർപ്പസ്. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവരുടെ സേവനങ്ങളും സർവീസുകളും അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അങ്ങനെ ടാക്സ് അടച്ച് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന അവരുടെ സേവനങ്ങളും അവരുടെ സർവീസുകളും അവർ സ്വന്തം ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ, പേഴ്സണൽ പർപ്പസിനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ, അങ്ങനെ പേഴ്സണൽ പർപ്പസിനായിട്ട് എടുക്കുന്ന സർവീസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ എനിക്കതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഞാനൊരു NBFC ഫേമിൻ്റെ മുതലാളിയാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ആ NBFC ഫേമിൽ ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്തേക്കുന്ന ഒരു സർവീസ് ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുത്തുന്നരുത്. പകുതി എമൗണ്ട് ഈ ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്തേക്കുന്ന എമൗണ്ടിൽ ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്തേക്കുന്ന സർവീസിൽ പകുതി സർവീസ് ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര രൂപയാണ് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുത്തേക്കുന്നത് അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ടാക്സ് എമൗണ്ട് എനിക്ക് ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്താണ് ബിസിനസ് പർപ്പസിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ഞാനൊരു മുത്തൂറ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻസ് കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഞാൻ RBI ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു. ഓക്കെ, അതിന് ഞാൻ എന്തടച്ചിട്ടുണ്ടാകും, ഞാൻ അതിന് തീർച്ചയായിട്ടും ആ ലോൺ എടുക്കുമ്പോൾ തന്നെ അതിന് ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചിട്ടുണ്ടാകും. ഈ അടച്ചു വെച്ചേക്കുന്നതിൽ 5 ലക്ഷം രൂപ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് എടുത്തു, 5 ലക്ഷം രൂപ ഞാൻ വേറൊരു കസ്റ്റമറിന് ലോണും കൊടുത്തു. അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ ലോൺ കൊടുത്തേക്കുന്ന എമൗണ്ടിന് ഞാൻ ITC ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യും. പക്ഷേ പേഴ്സണൽ പർപ്പസിനായിട്ട് എടുത്തേക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് കൊടുക്കുന്നുണ്ടോ ഇല്ല. അപ്പോൾ എനിക്ക് പേഴ്സണൽ പർപ്പസിനായി എടുത്തേക്കുന്ന എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ് ഫേം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവർ
ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഒരു ടാക്സ് അടച്ചു വെച്ചിരിക്കുന്ന ഒരു സർവീസ് അവരുടെ നോൺ ബിസിനസ് പർപ്പസിന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ITC ഒരിക്കലും ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദ ക്രെഡിറ്റ് ഈസ് ആട്രിബ്യൂട്ടബിൾ ടു ദി സപ്ലൈസ് അണ്ടർ സെക്ഷൻ 17 ക്ലൗസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ 17 ക്ലൗസ് 5 പ്രകാരം ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ വരുന്ന ഒരു NBFC ഫേമിനും അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ എന്താണ് ബാങ്കിങ് കമ്പനിക്കോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ITC ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് സെക്ഷൻ 17 ക്ലൗസ് 5 പ്രകാരം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ GST അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്, ഞാനൊരു കോമ്പോസിഷൻ സ്കീമിലാണ് രജിസ്ട്രേഷൻ എടുത്തേക്കുന്നത്. അതായത് ഞാൻ ഒരു NBFC അല്ലെങ്കിൽ ഒരു ബാങ്ക് നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ മുതലാളിയെന്ന് സങ്കല്പിക്കുക. എൻ്റെ ഈ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോമ്പോസിഷൻ സ്കീമിലാണ്. കോമ്പോസിഷൻ സ്കീമിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നതെങ്കിൽ എനിക്ക് ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സർവീസുകൾ പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാനുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ. ഈ സർവീസുകൾ കസ്റ്റമറിനെ വിളിക്കുമ്പോൾ കസ്റ്റമർ അതിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റേറ്റ് ഉണ്ടോ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു NBFC ഫേം കോമ്പോസിഷൻ സ്കീമിലാണ് സെക്ഷൻ 17 ക്ലൗസ് 5 പ്രകാരം രജിസ്റ്റർ ചെയ്തേക്കണമെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ITC ഒരിക്കലും ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ടോപ്പിക്ക്. കുഞ്ഞുങ്ങളെ പറഞ്ഞേക്കുന്നതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നേരിട്ടോ ചോദിക്കുക. താങ്ക് യു.